അങ്ങനെ പറയരുത് പറയുകയും നിങ്ങൾ സന്ദേഹിക്കുന്നത് പോലെ അങ്ങനെ ഒരു മരണശേഷം പുനർജന്മം കൊണ്ടുവരാൻ കഴിവുള്ള അള്ളാഹു അല്ലേ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു തആല എന്ന് അറിയിക്കുന്ന തരത്തിൽ അള്ളാഹു താല അവന്റെ കുതിരത്തിനെ അറിയിക്കുന്ന കുറെ പ്രമാണങ്ങൾ പറഞ്ഞ് പിന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഖിയാമത്ത് നാൾ അത് സമയം നിർണ്ണയിക്കപ്പെട്ടതാണ്. അത് വളരെ അക്യുറേറ്റ് ആയ സമയത്ത് സംഭവിക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ളതാണ്. ആ ഖിയാമത്ത് നാൾ എങ്ങനെയാണ്? അല്ലെ ഖിയാമത്ത് നാളിലെ പിന്നെ ചില അടയാളങ്ങൾ. അതാ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, നിശ്ചയമായും ആ സത്യാസത്യ വേർതിരിവിന്റെ ദിനം അത് സമയം നിർണ്ണയിക്കപ്പെട്ടതാണ്. യൗമയുൻഫഖു, ഏതാണ് ഖിയാമത്ത് നാൾ? യൗമാദവാ ദിനം, യുൻഫഖു ഊതപ്പെടുന്നതാണ്, ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ. അപ്പോഴോ ഫതഅ്തൂന അഫ്വാജ, അങ്ങനെ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഇസ്രാഫീൽ അലൈഹി സ്വലാം രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫതഅ്തൂന, അപ്പോ നിങ്ങൾ വരും, അഫ്വാജ, സംഘം സംഘമായിട്ട് നിങ്ങൾ വരും. അങ്ങനെ വരുമെന്ന് മാത്രമല്ല ഫുതിഹത്തിസ് സമാ, ഫുതിഹത്ത്, തുറക്കപ്പെടുകയാണ് സമാ, ആകാശങ്ങൾ. ആകാശം എന്താണ്? വിണ്ടുകീറി ആകാശങ്ങൾ. ഫക്കാലത്ത് അബുവാബ, ആകാശം മുഴുക്കെ വാതിലുകളായി തീർന്നിരിക്കുന്നു. ആകാശം മുഴുക്കെ വാതിലുകളായി തീർന്നിരിക്കുന്നു മാലാകമാർക്ക് ഇറങ്ങി വരാനുള്ള. ഈ ഭൂമിയിലേക്ക് അങ്ങനെ കോടിക്കണക്കിന് മാലാകമാരിങ്ങി ഇറങ്ങി വരികയാണ്. മാത്രമല്ല സുയ്യറത്തിൽ ജിബാൽ എന്ന് പറയുന്നു. സുയ്യറത്തിൽ ജിബാൽ, പർവ്വതങ്ങളെ നടത്തപ്പെടുന്നു, പർവ്വതങ്ങളെ നടത്തപ്പെടുന്നു. അങ്ങനെ ഫക്കാലത്ത് ആ പർവ്വതങ്ങളായി തീർന്നിരിക്കുന്നു. സറാബ, ഒരു മരീചികയായി തീർന്നിരിക്കുന്നു. പർവ്വതങ്ങളുടെ സാന്നിധ്യം ഇപ്പൊ ഒന്നുമില്ല, ഫലത്തിലൊന്നുമില്ല. ദൂരെ നോക്കുന്ന എന്തോടുണ്ട് തോന്നും. അത് മരുഭൂമിയിൽ വെള്ളം കാണുന്നത് പോലെയാണ്. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ അവന്റെ കണ്ണിന്റെ പ്രത്യേകമായ സവിശേഷത കാരണമായിട്ട് അത് വെള്ളമായിട്ട് തോന്നും. പക്ഷെ അടുത്തെത്തിയാൽ അത് വെള്ളമല്ലെന്ന് മനസ്സിലാകും. അതുപോലെ പർവ്വതങ്ങളിൽ നിന്ന സ്ഥാനത്ത് ഇപ്പൊ പർവ്വതങ്ങളില്ല. ദൂരെ നോക്കുമ്പോൾ പർവ്വതം ഉണ്ടെന്ന് തോന്നും. പക്ഷേ അത് പർവ്വതങ്ങളെ അള്ളാഹു താല പൂർണ്ണമായും തവിട്ട് പൊടിയാക്കി, അത് പൊടിച്ചു കളഞ്ഞ് അള്ളാഹു താല അതിന്റെ പൊടികളെ കാറ്റിലൂടെ പറത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്തരീക്ഷത്തിൽ തങ്ങിയിരിക്കുന്ന പൊടികളുടെ സാന്നിധ്യം കൊണ്ട് ഒരുപക്ഷെ പർവ്വതമാണെന്ന് തോന്നും. പക്ഷേ പർവ്വതങ്ങൾ അവിടെ ഇല്ല. അപ്പൊ ഈ പർവ്വതങ്ങളെ എല്ലാം മാറ്റി അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയെ സമനിരപ്പുള്ള മുഴുവൻ സമനിരപ്പായ ഒരു വലിയ പ്രദേശമാക്കി മാറ്റി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ സന്ദേഹിക്കുന്ന ആൾക്ക് വേണ്ടി, സംശയിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ചു വെച്ച വലിയ ശിക്ഷ നരകമാണ് ഏറ്റവും വലിയ ശിക്ഷ. ഏറ്റവും വലിയ തെറ്റ് കുഫ്രിയത്താണ്. കുഫറാണ് ഏറ്റവും വലിയ പാപം. അള്ളാഹുവിന് പങ്കുവെക്കലാണ് ശിർക്കാണ്. ഇന്ന ശിർക്കല ദുൽമുൻ അദീം, അദീമായ ദുൽമ, അള്ളാഹുവിനെ പങ്കുചേർക്കലാണ്, അള്ളാഹുവിനെ നിഷേധിക്കലാണ്. ആ കുഫറാണ് ഏറ്റവും വലിയ ശിക്ഷ. ഏറ്റവും വലിയ ദോഷം എന്ന് വരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് നരകം. ആ നരക ശിക്ഷയെ കുറിച്ച് അള്ളാഹു തആല പറയുകയാണ്. ഇന്ന ജഹന്നമ കാനത് മിർസാദാ, ഇന്ന ജഹന്നം, നിശ്ചയമായ ജഹന്നമായ നരകം, അള്ളാഹു തീരുമാനിച്ച ആ ശിക്ഷയുടെ കേന്ദ്രമായ നരകം, ആ നരകം കാലത്ത് മിർസാദാ, കാലത്ത്, ആ നരകമായിരിക്കുന്നു, മിർസാദ, പതിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പതിഞ്ഞ് ഒളിഞ്ഞ് കാത്തിരിക്കുന്ന കാവൽക്കാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച ശിക്ഷയുടെ കേന്ദ്രമായ നരകം, ആ നരകലോകം ഇങ്ങനെ ഒളിഞ്ഞ് പതിഞ്ഞ് കാത്തിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടെ എത്തുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി, അവരെ സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാരവിടെ കാത്തിരിപ്പുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനത്തെ കേന്ദ്രമാണ് ജഹന്നമ, നരകം. അല്ല പറയുന്നു ആ ജഹന്നം ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ് ജഹന്നം? ലിത്വാഗീന, അതിക്രമികൾക്ക്, വഴിവിട്ട് പ്രവർത്തിച്ചവർക്ക്, അവർക്കുള്ള മആബ, മടക്കസ്ഥാനമായി, അവർക്കുള്ള മസീറായി, അവർക്കുള്ള മർജിആയി, അവർക്കുള്ള മടക്കസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു തആല വെച്ച സ്ഥലമാണ് ജഹന്നം. ആ ജഹന്നം അത് കാവൽക്കാർ ശത്രുവിനെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, പതിയിരിക്കുന്ന, ഒളിയിരിക്കുന്ന സ്ഥലമാണ്. ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? ലാബിസീന ഫീഹാ അഹ്ഖാബാ, ലാബിസീന, അവർ താമസിക്കുന്നവരാണ്. ആ അതിക്രമികൾ ആ നരകത്തിലേക്ക് പ്രവേശിച്ചവരവിടെ താമസിക്കും. ഫീഹാ, നരകത്തിൽ. എത്ര നാൾ? അഹ്ഖാബ, ഹുക്ബകൾ, യുഗങ്ങൾ അവർ താമസിക്കും. എത്രയാ അതിന്റെ കണക്ക്? അറ്റമില്ലാത്ത നാളുകൾ, കാലാനുകാലം. എന്തോ? അക്രമികൾ, അതിക്രമികൾ.
ക്രമം വിട്ട് പ്രവർത്തിച്ച, അതിൽ വിട്ട് പ്രവർത്തിച്ചു പോയവർ, അതിൽ കടന്നു പോയവർ. അപ്പൊ അതിന് വിട്ട് പ്രവർത്തിച്ചു പോയ ആൾക്കാർ അവർക്കുള്ള മആബാണ്, അവർക്കുള്ള മടക്കസ്ഥാനമാണ് നരകം. അവര് തന്നെ അവിടെ താമസിക്കുന്ന ഇങ്ങനെ ലാബിഥീന ഫീഹാ അഹ്ഖാബാ, ലാബിഥീന അവര് താമസിക്കുന്നവരാണ് ഫീഹാ നരകലോകത്ത്, അഹ്ഖാബാ പല യുഗങ്ങൾ, യുഗയുഗാന്തരങ്ങൾ അവരവിടെ താമസിക്കും. അവർക്ക് അവിടെ ജീവിതത്തിന് അറ്റമില്ല, അവിടെ അവസാനിക്കുന്നില്ല. കാലാനുകാലമുള്ള ജീവിതമാണ് എവിടുത്തെ ജീവിതം എന്നർത്ഥം. അതാ ഫീഹ ലാബിഥീന ഫീഹാ ഫീഹാ, ആ നരകത്തിൽ അവർ താമസിക്കുന്നവരായ നിലയിൽ അഹ്ഖാബ യുഗങ്ങൾ, യുഗയുഗങ്ങൾ അവർ താമസിക്കും. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, ലാ യദൂഖൂന അവർ രുചിക്കുന്നതല്ല ഫീഹാ നരകത്തിൽ ബർദൻ ഒരു തണുപ്പിനെ അവർക്ക് രുചിക്കാൻ കഴിയില്ല, ഒരു തണുവും അവിടെയില്ല, ഒരു ശീതളമയും ഇവിടെ ഇല്ല. ലാ യദൂഖൂന ഫീഹാ അവർ രുചിക്കുന്നതല്ല ഫീഹാ നരകത്തിൽ ബർദൻ ഒരു തണുപ്പിനെയോ വലാ ശറാബ ഒരു പാനീയത്തെയോ. അത്യന്തം ചൂടേറിയ നരകലോകത്ത് രക്ഷയ്ക്ക് സമാധാനത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവർക്ക് തണുപ്പ് കിട്ടാൻ, അവർക്ക് അവരുടെ ദാഹം അകറ്റാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു പാനീയമോ ഒരു തണുപ്പോ അവിടെ ഇല്ല. ഇല്ല ഹമീമൻ വഗസ്സാഖാ, പിന്നെന്താ ഉള്ളത്? ഇല്ല പക്ഷേ എങ്കിലും ഹമീമൻ വഗസ്സാഖാ, ഹമീം ഗസ്സാഖ് എന്ന് രണ്ട് സാധനമാണ് അവർക്ക് അവിടെ ഉള്ളത്. ഹമീം കുടിക്കാൻ ചൂടേറിയ, അത്യന്തം ചൂടേറിയ, ഏറ്റവും ഉയർന്ന ഡിഗ്രിയിൽ ചൂടാക്കി അതികഠിനമായ അതികാഠിന്യമേറിയ ചൂടുള്ള വെള്ളമാണ് ഹമീം എന്ന വെള്ളം. ഹമീം എന്ന വെള്ളമാണ് അങ്ങ് ദാഹിച്ച് അവശരായ ആൾക്കാർ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം. അത്യന്തം ചൂടേറിയ ഹമീം എന്ന വെള്ളമാണ്, ഹമീമാണ് കുടിക്കാനുള്ളത്. അതുപോലെ വഗസ്സാക്ക, നരകത്തിന്റെ അഹരികാര ചീഞ്ചലമാകുന്ന, ചീഞ്ഞു നാറുന്ന, ഏറ്റവും തണുപ്പുള്ള, ഏറ്റവും ചൂടിനെ പോലെ അത്രമാത്രം മാരകമായി ബാധിക്കുന്ന തണുപ്പേറിയ അതീവ ദുർഗന്ധമുള്ള വസാക്ക് എന്ന ആ പാനീയം, അതാണ് അവർക്ക് അവിടെ കുടിക്കാനുള്ള വെള്ളം. അതല്ലാതെ ഹമീമും വസാക്കും അല്ലാതെ വേറൊന്നും അവർക്കോട് രുചിക്കാനില്ല. അല്ല പറയാ ജസാഅം മിഫാഖാ, അതെ ഇങ്ങനെ കാലാനുകാലം ശിക്ഷിക്കപ്പെടുന്നത്, അവരെ ഇങ്ങനെ അല്ലാഹു തആല അദാബിന് വിധേയമാക്കുന്നത് അത് വെറുതെയില്ല. ജസാഅം മിഫാഖാ, അവരോട് യോജിച്ച പ്രതിഫലമായ നിലയിലാണ്. അവർ ചെയ്തു കൂട്ടിയ, അവർ പ്രവർത്തിച്ചതിനെല്ലാം അവർക്ക് യോജിച്ച ആപ്റ്റായ പ്രതിഫലമായിട്ടാണ്. ഏറ്റവും വലിയ ദുൽമ അവർ ചെയ്തത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെ ആരാധിച്ചു. റബ്ബിനുള്ള നന്ദി മറ്റുള്ളവർ കൊടുത്തു. ആ ഏറ്റവും വലിയ നന്ദികേട് കാണിച്ചു. അവൻ ഏറ്റവും വലിയ ശിക്ഷ അള്ളാഹു തീരുമാനിച്ചതാണ്. ആ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അത് ഈ നരകശിക്ഷത്തിൽ അവരനുഭവിക്കുന്നത് എന്തായി? ജസാഅൻ പ്രതിഫലമായി, അല്ലെ പ്രതിഫലം നൽകിയതിന് വേണ്ടി, വിഫാഖൻ അവരോട് യോജിച്ചതായ പ്രതിഫലം നൽകിയതിന് വേണ്ടി. ഇതേ കാരണം ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ, ഇന്നഹും നിശ്ചയമായും അവർ കാനൂ അവരായിരുന്നു ലാ യർജൂൻ അവരെ പേടിക്കുമായിരുന്നില്ല ഹിസാബ വിചാരണയെ പേടിച്ചവരായിരുന്നില്ല ഇവർ. ജീവിച്ച കാലത്ത്, ദുനിയാവിൽ ജീവിച്ച കാലത്ത് അള്ളാഹുവിന്റെ ഒരു വിചാരണ, അള്ളാഹുവിന്റെ ഇങ്ങനത്തെ ഒരു കണക്കെടുപ്പിനെ പേടിച്ചവരായിരുന്നില്ലേ അവർ. എന്ന് മാത്രമല്ല അവർ കളവാക്കി, ബി ആയാത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, കിദ്ദാബൻ ഒരു കളവാക്കൽ, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിഷേധം നടത്തിയവരാണവർ, കളവാക്കിയവരാണവർ. അങ്ങനത്തെ ആ കൂട്ടരാണവർ. അവർക്ക് അള്ളാഹു തീരുമാനിച്ച ശിക്ഷയാണ് ഈ ശിക്ഷ. മുഴുവൻ കാര്യങ്ങളെയും അഹ്സൈനാഹു നാം തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ എഴുത്തിലായി, കിതാബത്തിലായി. അതാ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു തീരുമാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിന്റെ പ്രഖ്യാപനം ഗൗരവമുള്ള അള്ളാഹുവിന്റെ ആജ്ഞയാണ്. അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ രുചിച്ചോളൂ, ഫലൻ നസീദക്കും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതല്ല, ഇല്ല അദാബ ശിക്ഷയല്ല. കാരുണ്യമെന്നത് ഇവിടെ ഇല്ലേ ഇല്ല, അഫു എന്ന് ഇവിടെ ഇല്ലേ ഇല്ല, ഒരു കാരണവശാലും വിട്ടുവീഴ്ച എന്നത് ഇവിടെ ഇല്ലേ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് അദാബിന്റെ മേലെ അദാബ് തന്നെ. ഫദൂഖൂ, നിങ്ങൾ രുചിച്ചോളൂ, നിങ്ങൾ അനുഭവിച്ചോളൂ. ഫലൻ നസീദക്കും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതല്ല, ഇല്ല അദാബ ശിക്ഷയല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവമുള്ള വർത്തമാനം, ഏറ്റവും ഗൗരവമുള്ള പ്രഖ്യാപനം. അപ്പോ നരകശിക്ഷ അനുഭവിക്കുന്ന, കൊടിയ പീഡനത്തിന് വിധേയമാകുന്ന ആൾക്കാർ രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുമ്പോ, അഫുവിന് വേണ്ടി യാചിക്കുമ്പോ റബ്ബിന്റെ തീരുമാനമാണ്, നിങ്ങൾക്കൊരു രക്ഷയുമില്ല ഇവിടെ.
നിങ്ങളോടൊരു കാരുണ്യമില്ല ഇവിടെ. അള്ളാഹു അദാബിന്റെ മേലെ അദാബിനെ കൊടുക്കുകയാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ ഉറപ്പായിട്ട് സംഭവിക്കാനുള്ളതാണ്. റബ്ബിന്റെ അത് വ്യക്തമായി തീരുമാനിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖിയാമത്ത് നാൾ എത്തിയാൽ ആ ഖിയാമത്ത് നാൾ കിട്ടുന്ന പ്രതിഫലം അത് നല്ലവർക്ക് നന്മയും ചീത്തയായവർക്ക് ചീത്തയായ പ്രതിഫലമാണ്. അപ്പൊ അള്ളാഹു തആല ആദ്യം നിഷേധികളായ ആൾക്കാർക്കുള്ള ചീത്ത പ്രതിഫലമാകുന്ന നരകത്തെ കുറിച്ച് പറയുകയാണ്. അവർക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ച കഠിനകഠോരമായ ശിക്ഷയായ നരകം, ആ നരകത്തിന്റെ അവസ്ഥ അള്ളാഹു തആല പറയുകയാണ് ഈ സൂറയിൽ പിന്നെ ചെയ്യുന്നത്. അതാ ഇന്ന ജഹന്നമ കാനത് മിർസാദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ജഹന്നം, നിശ്ചയമായും നരകലോകം, അത് കാനത്ത്, ആ നരകലോകമായിരിക്കുന്നു, മിർസാദാ, അത് പതിയിരിക്കുന്ന സ്ഥലമാണ്. എന്താ ഈ മിർസാ എന്ന പ്രയോഗം? മിർസാദ്, മിർസാദിന് പല അർത്ഥമുണ്ട്. റസദ യർസുദ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, കാവലിരിക്കുക എന്നൊക്കെയാണ്. നിരീക്ഷകന് റാസിദ് എന്ന് പറയും. എന്താ കുഞ്ഞിക്ക? റഡാറിനൊക്കെ മിസ്സാന്ന് പറയില്ല. ആ അതന്നെ 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 റഡാർ മിർസ എന്ന് പറയും. മിർസാ ഇമാം റാസിദ് എന്നാണ് ഫിൽ മിർസാദി ഖൗലാനി. മിർസ എന്ന പ്രയോഗം രണ്ട് അഭിപ്രായമുണ്ട്. അഹദുഹുമ അന്നൽ മിർസാദ് ഇസ്മുൽ ലിൽ മക്കാൻ അല്ലദി യുർസദു ഫീഹി. ഈ മിർസ എന്ന് പറയുന്ന ഇസ്മു മക്കാനാണ്, സ്ഥലത്തിന്റെ പേരാണ്. ഏത് സ്ഥലം? നിരീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം. അതാ പാത്തിരിക്കുന്ന പതിയിരിക്കുന്ന സ്ഥലം എന്നർത്ഥം. അതിനെന്ത് മിർസാദ് എന്ന് പറയും. ഇതുപോലെ കൽ മിളുമാനി, മിളുമാർ എന്ന് പറയും ഇസ്മുൽ ലിൽ മക്കാനില്ലദി യുദ്മറു ഫീൽ ഖൈൽ. ഈ കുതിരകളെ കൊണ്ടുപോയി കെട്ടുന്ന, കുതിരകളെ കൊണ്ട് ബന്ധിക്കുന്ന, കുതിരകളെ തീറ്റ കൊടുക്കാൻ വേണ്ടി കെട്ടിയിടുന്ന ആല, അതിന് മിളുമാർ എന്ന് പറയും. അപ്പൊ കുതിരകളെ ബന്ധിക്കുന്ന സ്ഥലം. അപ്പൊ കുതിരകളെ ബന്ധിക്കുന്ന സ്ഥലത്തിന് മിളുമാർ എന്ന് പറയുന്ന പോലെ, അത് വൽ മിൻഹാജ് ഇസ്മുൽ മക്കാനില്ലദി യൻഹജു ഫീഹി, വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് മിൻഹാജ് എന്ന് പറയുന്നത് പോലെ, അതുപോലെ ഇങ്ങനെ ശത്രുവിനെ കാണാൻ വേണ്ടി, ശത്രുവിനെ പിടിക്കാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന, പതിയിരിക്കുന്ന, നിരീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന് എന്തെന്ന് പറയും? മിർസാദ് എന്ന് പറയും. അപ്പൊ അള്ളാഹ് പറയാ, ഈ നരകം ഏതാണ്? നരകം അത് മിർസാദാണ്, അത് പതിയിരിക്കുന്ന സ്ഥലമാണ്. ആ നരകത്തിനങ്ങ് ചെല്ലുമ്പോ തന്നെ പിടിച്ച് അവിടത്തേക്ക് കൂട്ടാൻ, ആ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചിടാൻ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. അതാ ആ മിർസാദ് എന്ന് പറയും ഇസ്മക്കാനാണെന്ന് പറയും. അതാ ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഒരു പ്ലേസിന്റെ പേരാണെന്ന് വെക്കുമ്പോ വഫീഹി ഹെത്തിമാല, രണ്ട് ഹെത്തിമാല അവിടെ ഉണ്ട്. എന്താ? അഹദുഹുമ, ഒന്ന് അന്ന ഹസനത ജഹന്നമ യർസുദൂനൽ കുഫാർ. നിശ്ചയം നരകത്തിന്റെ കാവൽക്കാരായ ആൾക്കാർ അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നരകത്തിന്റെ കാവൽക്കാരായ മാലാകമാർ അവരിങ്ങനെ നരകത്തിന്റെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. കാഫിരീങ്ങളെ, അവിശ്വാസികളെ എത്തിയാൽ അവരെ പിടിച്ച് ആ നരകത്തിലേക്ക് വലിച്ചിടാനായി എന്നാണ്. അപ്പോ ഒരു വ്യാഖ്യാനം. ഈ മിർസാദ് നരകം പതിയിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആ നരകത്തിന് എന്താണ്? ആ നരകത്തിലേക്ക് വലിച്ചിടാൻ തയ്യാറായി കാത്തു നോക്കി പാർത്ത് മലക്കുകൾ ഇരിക്കുകയാണ് എന്നർത്ഥം. അങ്ങനത്തെ സ്ഥലമാണ് നരകം. നീ അതല്ല വസാനി എന്നെ മജാസൽ മുഅ്മിനീന ഉമർറഹും കാനാല ജഹന്നം ലിഖൗലിഹി. മാത്രമല്ല ഇങ്ങനെയും പറയാം, അവിടെ മലക്കുകൾ കാത്തിരിപ്പുണ്ട്. ആ മലക്കുകൾ അവിടെ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ ആൾക്കാരെ എന്ത് ചെയ്യും? അവർ രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തി അങ്ങപ്പുറത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നരകത്തിന് മുകളിൽ കൂടെ പോകേണ്ടതാണ്. നരകമാകുന്ന ലോകത്തിനും കൂടെ പോകാൻ ഒരാൾ കഴിയില്ല. ഖുർആൻ തന്നെ പറഞ്ഞു. അതാ അള്ളാഹ് പറഞ്ഞല്ലോ, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ വകാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല ആ നരകം പാസ് ചെയ്യാതെ. നരകത്തിലൂടെ പാസ് ചെയ്യാതെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല. ആ നരകത്തിന് മുകളിലൂടെ അള്ളാഹു സിറാത്ത് എന്ന പാലം സംവിധാനിക്കുന്നത്. അപ്പൊ ആ നരകം ക്രോസ് ചെയ്തിട്ട് സ്വർഗത്തിലെത്തണം. അങ്ങനെ ആ എത്തുന്നവനാണ് വിജയി. അപ്പോ അവിടെ ആ നരകം പാസ് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അതാ അന്ന മജാദൽ മുഅ്മിനീന മർറഹും കാനാല ജഹന്നം. മുഅ്മിനീങ്ങൾ നടന്നു പോകുന്നു ആ നരകത്തിന്റെ മുകളിലൂടെയാണ്. അപ്പൊ അള്ളാഹു തആലയുടെ തീരുമാനമാണത്. അപ്പൊ ഇവിടെ പറഞ്ഞൊരു ഉദ്ദേശം എന്താ? ഫഹസനത്തുൽ ജന്നത്തി യസ്തഖ്ബിലുൽ മുഅ്മിനീന ഇൻദ ജഹന്നം. അപ്പൊ മുഅ്മിനീങ്ങളെ ആൾക്കാരെ അവരെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ കാവൽക്കാരായ ആൾക്കാര് അവര് ജഹന്നമിന്റെ അരികിൽ തന്നെ ഉണ്ടാകും. ജഹന്നമിന്റെ അരികിൽ തന്നെ. ആ ഈ സിറാത്ത് പാലം അതിന്റെ അതായിരിക്കൂല ഉദ്ദേശം? എന്താ സിറാത്ത് പാലം? സിറാത്ത് പാലം ആ അല്ല, അതായിരിക്കൂലേ ഉദ്ദേശം? അല്ല, അത് ക്രോസ് ചെയ്ത് പോണെങ്കിൽ നരകത്തിന്റെ മുകളിലൂടെ അല്ലേ സിറാത്ത് പാലം?
ആ ക്രോസ് ചെയ്തിട്ട് പോകണം. അതെ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളിവിടെ നരകത്തെ കുറിച്ച്, നരകം എന്താണ് മിർസാദ എന്ന് പറയുമ്പോൾ രണ്ട് നിലയ്ക്കാണ്. മുഅ്മിനീങ്ങളുടെ ആൾക്കാരെ സംബന്ധിച്ചോളം ഇതാ പറയുന്നു, സ്വർഗത്തിന്റെ ആൾക്കാർ, സ്വർഗത്തിന്റെ കാവൽക്കാരായ മാലാകമാർ നരകത്തിന്റെ ഭാഗത്ത് തന്നെ വന്ന് കാത്തിരിക്കുകയാണ്. ആരെ? മുഅ്മിനീങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. ആ മുഅ്മിനീങ്ങൾക്ക് എന്ത് ചെയ്യും? നരകത്തിലേക്ക് വീഴുന്ന സാഹചര്യം ഇല്ല. ആ നരകത്തിലേക്ക് വീഴാതെ അവരെ കാത്തു പാത്തുകൊണ്ട് ആരിയ്ക്കുന്നു? സ്വർഗത്തിന്റെ കാവൽക്കാരായ ആൾക്കാരെ. ആരുണ്ട്? സ്വർഗത്തിന്റെ കാവൽക്കാരായ ആൾക്കാർ ഈ നരകത്തിന്റെ അവിടെ തന്നെ ഉണ്ട്. ഹസനത്തുൽ ജന്നത്തി യസ്തഖ്ബിലൂനൽ മുഅ്മിനീന ഇൻദ ജഹന്നം. ജഹന്നമിന്റെ അരികിൽ വിശ്വാസികളായ ആൾക്കാരെ സ്വീകരിക്കുമാര് സ്വർഗത്തിന്റെ കാവൽക്കാരായ ആൾക്കാർ. വയർസുദൂനഹും ഇൻദഹാ. ആ നരകത്തിന്റെ അരികിൽ കാവൽക്കാരായ ആര് കാത്തിരിക്കും? ഈ സ്വർഗത്തിന്റെ ആൾക്കാർ കാത്തിരിക്കുമെന്നാണ് വിശ്വാസികളെ സംബന്ധിച്ച് എന്താണ് ഇത് പറയാനുള്ളത്. കാഫിക ആൾക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താണ്? അവിടെ കുഫാറുകളെ കാത്ത് അവരെ പിടിച്ചു വലിച്ചിടാൻ വേണ്ടി ആരിരിപ്പുണ്ട്? ജഹന്നമിന്റെ അരികിൽ തന്നെ അങ്ങനെ കാവൽക്കാരായ മാലാകമാരുണ്ട്. ഇങ്ങനെ കാവൽക്കാരായ മാലാകമാർ ഇരിക്കുന്ന സ്ഥലം എന്നാണ് നരകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. നിശ്ചയമായും ആ നരകമെന്നാൽ ആ നരകം പതിയിരിക്കുന്ന, ഒളിയിരിക്കുന്ന സ്ഥലമാണ്, കാത്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ അർത്ഥം അനുസരിച്ചാണ്. അത് മിർസാ എന്ന് പറഞ്ഞാൽ ഇസ്മു മക്കാനാണ്, സ്ഥലത്തിന്റെ പേരാണെന്ന് വരുമ്പോ. ഇനി അതല്ല, അൽ ഖൗലുസാൻ, രണ്ടാമത്തെ അഭിപ്രായം, അന്നൽ മിർസാദ മിഫ്ആൽ മിനർ റസ്ത്. അത് ഫീലാണ്, അഥവാ മുബാലഗത്തിന്റെ വസനാണ്. അഥവാ ഈ അറബിയില് ധാരാളം കാണിക്കുന്ന അർത്ഥം പറയാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ്. മുഹമ്മദ് അല്ലേ സാറല്ലേ? കുഞ്ഞിക്ക മൈക്കോ ബാക്ക്. അല്ല, മുബാലഗത്തിന്റെ സീതയാണ് മിഫ്ആൽ. അപ്പോ മിർസാലിന്റെ അർത്ഥം എന്താ? അന്നൽ മിർസാൽ മിഫ്ആൽ മിനർ റസ്ത്. ഈ പറയുന്ന നിരീക്ഷിക്കുക, നോക്കുക, പ്രതീക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള ആ റസദ് തന്നെ അതിൽ നിന്ന് ധാരാളമായി ചെയ്യുന്ന അർത്ഥം കാണിക്കാൻ വേണ്ടി മിഫ്ആൽ വസ്ന് പറയും. ആ മിർസാദ് ധാരാളമായി പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്, ധാരാളമായി കാത്തുപാർത്തിരിക്കുന്ന സ്ഥലമാണ്. എന്ത്? ധാരാളമായി കാത്തുപാർക്കുന്നതാണ് നരകം എന്നർത്ഥം. നരകത്തിന്റെ അഹരികാരാകുന്ന അക്രമികൾക്ക് വേണ്ടി, അതിക്രമികൾക്ക് വേണ്ടി എല്ലാ അവിശ്വാസിയും മുനാഫിഖിനെയും കാത്തുകൊണ്ട്, ലോകത്ത് അവരാണല്ലോ, അവരാണ്. നരകം തന്നെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അക്രമികളെ കാണുമ്പോൾ നരകം തന്നെ വളരെയധികം ഗൗരവത്തോടുകൂടെ ചാടി വരുമെന്ന് ഹദീസിൽ കാണാം. നരകലോകം, നരകത്തിന്റെ തീജ്വാലകൾ അക്രമികളെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ പിടിച്ചു വിഴുങ്ങാനുള്ള ആവേശത്തോടെ മുന്നോട്ട് വരുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ തഖാദു തമയ്യിസു മിനൽ ഗൈദ് എന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ, സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ, അതിന്റെ ആ തീജ്വാലകൾ അത് തന്നെ ഇങ്ങനെ പിടിച്ചു വിഴുങ്ങാനുള്ള ആവേശത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ധാരാളമായി പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് എന്തെന്നർത്ഥം? ഈ നരകമെന്നർത്ഥം. അതാണ് നരകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മിർസാദ്. നിശ്ചയമായും നരകം മിർസാദാണ്, പതിയിരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ധാരാളമായി പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് നരകമെന്നത്. ആരെ? അവിശ്വാസികളെ കാത്തിരിക്കുന്നതാണ്. അടാ ഹി മുഅദ്ദത്തുൽ ആ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആ നരകം. ഫൽ മർസാദ് ബിമാനൽ മഹൽ ഫൽ മലായികത്തു യർസൂലുൽ കുഫാർ ഹത്താ യൻസിലു ജഹന്നം. മലക്കുകളെ കാത്തിരിക്കുമെന്നും അവരവരെ നരകത്തിലേക്ക് വീഴ്ത്തുമെന്നാണ് ഒരർത്ഥം. ഇന്ന ജഹന്നം എന്താണെന്ന് എല്ലാവരും അഡ്മിറ്റ് ചോദിക്കുന്നില്ല. റബ്ബേ, ഞാനൊന്ന് നേരത്തെ കയറിയ കുഴപ്പമായി. അതാ ഇന്ന ജഹന്നമ കാനത് മിർസാദാ. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാലന്നാലി റസദ, നിശ്ചയമായ നരകത്തിൽ അവിടെ പതിയിരിക്കുന്ന കാവൽക്കാരായ ആൾക്കാരുണ്ട്. ലാ യദ്ഖുലു അഹദുൻ അൽ ജന്നത ഹത്താ അജ്താസ അലൈഹി. അതേ, സ്വർഗത്തിലേക്ക് ഒരാളും ആ കാവൽക്കാരായ മാലാകമാരെ വിട്ടുകിടക്കാതെ, കാവൽക്കാരായ സെക്യൂരിറ്റിയായി നോക്കാൻ വേണ്ടിയിരിക്കുന്ന മാലാകമാർ അവിടെയുണ്ട്. അവിടെ അത് വിട്ടുകിടക്കാതെ ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹമൻജാബി ജവാസിൻ, പാസ്പോർട്ടുമായിട്ട് ആര് വന്നോ ജാസ്, അവൻ വിട്ടുകിടക്കും. അമല്ലം മിജിബി ജവാസിൻ ഹബിസ, പാസ്പോർട്ടുമായിട്ടല്ലാതെ വന്നവരെ പിടിക്കപ്പെടും. അപ്പൊ അഥവാ അവിടുത്തേക്കുള്ള പാസ്പോർട്ട് ഈമാനാണ്. ഈമാനാകുന്ന പാസ്പോർട്ടായിട്ട് ചെന്നാലേ
അവിടെ ഇരിക്കുന്ന കാവൽക്കാരെ കടത്തി വിടുള്ളൂ. അല്ലെങ്കിൽ നരകത്തിൽ വീണുപോകും, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല, നരകത്തിലേക്ക് പിടിച്ചിടും. ജവാസ് ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, അവിടുന്ന് വിട്ടുകിടക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ആയത്താണ് ഈ നരകം. അപ്പൊ നരകത്തിന്റെ തീഷ്ണത, നരകം അങ്ങനെ നരകത്തിന്റെ ഇരകളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നരകത്തിൽ അങ്ങനെ എല്ലാവരെയും പിടിച്ച്, നരകത്തിന് ബഹുഭൂരിപക്ഷത്തെയും പിടിച്ചിടാൻ വേണ്ടി പതിയിരിക്കുന്ന ഒളിയിരിക്കുന്ന സ്ഥലമാണ് ഈ നരകം. പിന്നെയോ ആ നരകം, ഈ നരകത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ നാം പറഞ്ഞാൽ എന്താണ് ഈ ദല്ലത്തിൽ ആയത്തു അല അന്ന ജഹന്നമ കാനത്ത് മഖ്ലൂഖത്ത്. ഈ ആയത്ത് അറിയിക്കുന്നത് ഈ നരകം പടക്കപ്പെട്ടതാണ്. നരകം ഇനി പടച്ചിട്ട് കണ്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണ് നരകവും സ്വർഗവുമെല്ലാം. അപ്പൊ നരകം ഓൾറെഡി തയ്യാറാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദാ, നിശ്ചയമായും ആ നരകം അത് മിർസാദാണെന്ന് പറയും, മുഅദ്ദ, അത് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. ആ നരകം അത് തയ്യാറാക്കി വെക്കപ്പെട്ടതാണ്. ഇതാ കാനത്ത് കദാലിക കാനത്തുൽ ജന്ന ഇദൻ കദാലിക. അങ്ങനെ നരകം തയ്യാറാക്കപ്പെട്ടതാണ്. അതേ പ്രകാരം സ്വർഗവും തയ്യാറാക്കപ്പെട്ടതാണ്. സ്വർഗവും ഓൾറെഡി പടക്കപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്വർഗവും നരകവും തമ്മിൽ വ്യത്യാസം പറയുന്നവരാരും ഇല്ല. എല്ലാവരും പറയുന്നു അള്ളാഹുവിന്റെ രക്ഷയുടെയും ശിക്ഷയുടെയും കേന്ദ്രമാണ് രണ്ട് ലോകം. ആ രണ്ട് ലോകം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഈ ആയത്ത് മനസ്സിലാക്കാം. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ആ നരകമാകുന്ന ലോകം അത് പതിയിരിക്കുന്ന ഒളിയിരിക്കുന്ന സ്ഥലമാണ്. അത് ആർക്കുള്ളതാണ്? ലിത്വാഗീന മആബാ. ലിത്വാഗീൻ, വഴികേടിലായി പോയവർ, അതിക്രമികളായി പോയവർ എന്നൊക്കെ. വഴികേടിലാവുക, അതിക്രമിയാവുക, വിട്ടുകടന്നു പോവുക, അതിൽ വിട്ടുകടന്നു പോവുക എന്നൊക്കെയാണ് തആലർത്ഥം. അപ്പൊ ആ വഴികിട്ട് കടന്നവർക്ക്, അതിക്രമികളായവർക്ക് മആബ, അവരെ മടക്കസ്ഥലമായ, അവരെ മർജിയാണ്, അവരെല്ലാം മടങ്ങി വരേണ്ടത് അവിടേക്കാണ്. അഥവാ മുറാദ് ബിത്താഗീൻ, താഗീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻ ദഗാ ഫി ദീനിഹി ബിൽ കുഫ്ർ, അവനവന്റെ ദീനിൽ കുഫ്രിയത്ത് കൊണ്ട്, അവിശ്വാസം കൊണ്ട് അതിക്രമിച്ചു വിട്ടുകടന്നു പോയവൻ, അതിൽ വിട്ടുകടന്നു പോയവൻ, അവനവന്റെ ദീനെ സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ ഓഫി ദുനിയാഹു, ദുനിയാവിൽ ദുൽമ് കൊണ്ട്, അക്രമം ചെയ്യൽ കൊണ്ട്, ദുനിയാവിൽ അക്രമം ചെയ്തുകൊണ്ട് എന്തായി? അവൻ അതിക്രമിയായി മാറി. അല്ല, മതപരമായ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിന്നാണ് ഈമാൻ സ്വീകരിക്കാതെ കുഫ്രിയത്ത് കൊണ്ട് അവൻ എന്ത് അതിക്രമിയായി മാറി. ഈ പറഞ്ഞ രണ്ടു കൂട്ടരും അതിൽപ്പെട്ടു. അഥവാ ഈമാനില്ലാത്ത അവിശ്വാസത്തിൽപ്പെട്ടു. ഈമാൻ ഉള്ളവരും തന്നെ ദുൽമ് കൊണ്ട് അവർ ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾ കാരണമായിട്ട് അതിക്രമിയാകളായവരും അതിൽപ്പെട്ടു. ഈ രണ്ട് അതിക്രമിയാണെങ്കിലും അവർക്കെല്ലാമുള്ള ഗേഹമാണ്, അവർക്കെല്ലാം വേണ്ടി പതിയിരിക്കുന്ന സ്ഥലമാണ് നരകമെന്നർത്ഥം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ നരകത്തിൽ കടന്നാൽ ആ നരകത്തിൽ ലാബിസീന ഫീഹാ അഹ്ഖാബാ. ലാബിസീന, അവർ വസിക്കുന്നവരാണ്, താമസിക്കുന്നവർ. ലബിസ, ലബിസ താമസിക്കുന്ന അർത്ഥം. ലുബുസ്, താമസം. അപ്പൊ ലാബിസീന അവർ താമസിക്കുന്നവരാണ്. ഫീഹാ, നരകത്തിൽ. അഹ്ഖാബ, ഹുഖ്ബകൾ, ഹുഖ്ബകൾ, യുഗങ്ങളെന്ന് നമുക്ക് നേരെ വേണം മലയാളത്തിൽ പറയാം. അപ്പൊ ഇവിടെ ഇമാം റാസിൽ പറയാണ്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു അന്നഹു തആല ലമ്മാ ബയ്യന അന്ന ജഹന്നമ മആബുൽ ലിത്താഗീൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഈ അതിക്രമികൾക്കുള്ള, അവർക്കുള്ള മടക്കസ്ഥാനമാണ് ജഹന്നം എന്ന് പറഞ്ഞപ്പോ ബയ്യന, അല്ലാഹു വിശദീകരിക്കുകയാണ്, കമ്മിയത്തെ ഇസ്തിഖ്റാരിഹിം ഹുനാക, ആ അതിക്രമികളായ ആൾക്കാർക്ക് അവിടെയുള്ള കാലതാമസം എത്രയാണ്, എത്ര നാൾ അവർ താമസിക്കും അവിടെ. അള്ളാഹ് വിശദീകരിക്കുകയാണ് എത്ര നാൾ അവരവിടെ താമസിക്കുക. അള്ളാഹ് പറയുന്നു, ഫഖാല ലാബിസീന ഫീഹാ അഹ്ഖാബാ, അവരവിടെ യുഗങ്ങൾ താമസിക്കുന്നതാണ്. യുഗങ്ങൾ അവർ താമസിക്കുന്നതാണ്, ഒരു യുഗമല്ല, യുഗങ്ങൾ അവർ താമസിക്കുന്നതാണ് അവിടെ. അപ്പൊ എന്താണ് ഈ ഹുഖ്ബ് എന്നതിന്റെ പ്രയോഗം? നേരെ ഹുഖ്ബ് ഇമാം റാസി വിശദമായ ചർച്ചയുണ്ട്. എല്ലാ മുഫസ്സിറുകളും പറഞ്ഞു, അൽ ഖുറാ, മഹാന്മാരായ ഖുറാ, അസുൽ ഹിഖബ് മിന തറാദുഫ്. ഈ ഹിഖബ് ഹുഖബ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നേരെ വാക്ക് തന്നെ അസ്ലി അർത്ഥം തന്നെ അത്തറാദുഫ്, തുടർന്ന് വരുന്നതെന്ന്. അത്തതാബ്, തുടർച്ചയായി വരുന്നത്, ഒന്നിന് പിറകെ ഒന്നായത്. ഇത് അർദഫ, ഒന്നിന് പിറകെ ഒന്നായി വരുന്നത് എന്നാണ് ഈ ഈ ഹിഖബ് അല്ലെങ്കിൽ അഹ്ഖബ എന്നൊക്കെ പറഞ്ഞ അർത്ഥം തന്നെ. അതിൽപ്പെട്ടാൽ ഹഖീബ, ഹഖീബത്ത് എന്നത് നമ്മളല്ലേ, നമ്മള് കീശയ്ക്ക് പറയുന്ന പേരാണ് ഹഖീബത്ത്. കീശ, പോക്കറ്റ്. ഈ പോക്കറ്റിൽ എന്ത് ചെയ്യുക? പൈസ ഇങ്ങനെ വന്നു പോകുന്ന സാധനമാണല്ലോ. അതിങ്ങനെ സാധനം ഇങ്ങനെ പൈസ ഇങ്ങനെ വന്ന് വരും പോവും, വരും പോവും, വരും പോവും, അങ്ങനെയൊക്കെ സാധനമല്ലോ ഈ പോക്കറ്റ്, കീശ എന്നുള്ള സാധനം. അപ്പൊ കീശ എന്ന പേര് വെച്ച് അതിന് നിഷ്പന്നമായ പേരാന്നർത്ഥം.
അപ്പൊ ഒന്നിന് പിറകെ ഒന്നായി വരുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ വകുല്ലുമൻ ഹമല വിസറൻ ഫഖദ് ഇഹ്തകബ, ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറ്റം ചെയ്യുന്ന ആൾക്കാർക്കും അവനെ സംബന്ധിച്ച് ഇഹ്തകബ എന്ന് പറയും, കുറ്റത്തിന് മേൽ കുറ്റം ചെയ്തവൻ. അപ്പോ ഫയജൂസു അലാ ഹാദൽ മാന, ഈ മാന അനുസരിച്ചാണ് എങ്കിൽ ലാബിസീന ഫീഹ ഖാബ, അവരവിടെ താമസിക്കും, ഹുക്കുമുകൾ താമസിക്കും. ഈ ദുഹൂറൻ മുതതാബിയതൻ യത്ബഉ ബഅദുഹാ ബഅദാ, ഒന്നിന് പിറകെ ഒന്നായി തുടർന്നു വരുന്ന യുഗങ്ങൾ, യുഗാന്തരങ്ങളോടെ താമസിക്കും. ഇത്രയാനും പരിധിയില്ല, അതിന് അറ്റമില്ല. ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതുപോലെ കാലാനുകാലം ഇലൽ അബദ്, കാലാകാലം അവരോട് വസിക്കുന്നവരാന്ന് അർത്ഥം. കാലാനുകാലം അവരോട് വസിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ പ്രയോഗമാണ് യുഗങ്ങൾ, ഒന്നിന് പിറകെ ഒന്നായി കുറെ യുഗങ്ങൾ അവരോട് താമസിക്കുന്നതാണ്, അതിന് അറ്റമില്ല എന്നർത്ഥം. ലാബിസീന എന്ന് പറഞ്ഞ ഒരു വാക്കാത് നേരെ ലബിസ, ലബിസ താമസിച്ചു അർത്ഥം. അതിന്റെ ഇസ്മുഫായിലാണ് ലാബിസ്. ലബിസ താമസിച്ചു, ലാബിസ് താമസിക്കുന്നവൻ. അതിന്റെ പ്ലൂറലാണ് ലാബിസീന, താമസിക്കുന്നവർ. അല്ലാണ്ടത് ഇതല്ല നെഫിന്റെ ലാ അല്ല, നഫീന്റെ അല്ല. അടിസ്ഥാന ഫീൽ ലബിസ ആണ്. ലബിസ വാക്ക്, ആ ഫീല് തന്നെ വെർബ് തന്നെ എന്താ, ലബിസ എന്നാണ്. ലബിസ താമസിച്ചു. ലബിസ യൽബസു, ലബസൻ ഹുവ ലാബിസു. ഇത് ലബിസ ആണ്. ലബിസ ആണെങ്കിൽ ധരിച്ചു എന്നാ അർത്ഥം. സാഗ് മാറി സീൻ ആണെങ്കിൽ അർത്ഥം എന്താ, ലബിസ ധരിച്ചു. അതാ ലിബാസ്, വസ്ത്രം. അപ്പൊ ഇവിടെ താമസിച്ച അർത്ഥം ലബിസ. അപ്പൊ അള്ള പറയാണ് അവരവിടെ ഹുക്കുമകൾ പല യുഗങ്ങൾ താമസിക്കുന്നവരാണ് തന്നെ. ഇതേ ഹുക്കുമ പ്രയോഗം ഇവിടെ സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതാ അള്ളാഹ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖദർ അലൈഹി സ്വലാം പറയുന്നല്ലോ, ലാ അബ്റു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബാ, ആ രണ്ട് സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പല യുഗങ്ങൾ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ അവിടെ സിനീന മുത്താബിയ ഇലാ നബുലുഗ ഔ അനസ്, അവർ ഉദ്ദേശം എന്താണ്, വർഷങ്ങൾ, തുടർച്ചയായ വർഷങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്നർത്ഥം. സഞ്ചരിക്കാൻ റെഡിയാണെന്നാ പറഞ്ഞതിനർത്ഥം. അപ്പൊ ആലം അന്നൽ ഹഖാബ വാഹിദു ഹുഖുബ്, ഈ ഹക്കാബുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വഹദാൻ പറയുക ഹുക്കുബ് എന്നാണ്. ഹുക്കുബ് എന്താണ്? ഹുക്കുബ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം സമാനൂന സന ഇന്ദഹിൽ ലുഗ, ഭാഷാപരമായ അർത്ഥം ഹുക്കുബ് എന്ന് പറഞ്ഞാൽ 80 ആണ്ട്. 80 ആണ്ടാണ്, 80 വർഷമാണ് ഹുക്കുബ് എന്ന് പറഞ്ഞാൽ. വൽ ഹിഖബു അസ്സിനൂൻ, ഈ ഹിഖബ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളാണ്. വാഹിദത്തുഹ ഹിഖ്ബത്തുൻ, ഭാഷാപരമായി പറയാൻ ഹിഖ്ബ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എന്നാണ് അർത്ഥം. അതിന്റെ ഏകവചനം ഹിഖ്ബത്ത് എന്നാണ്. വഹിയ സമാനും മിന ദഹർ, എന്താണ് അത്, ഒരു കാലത്തിനുള്ള പ്രത്യേകമായ സമയം, ടൈം ഓഫ് പീരീഡ് ആണെന്ന് പറയുക. ലാ വഖ്തലഹു, അതിന് പ്രത്യേക സമയനിർണതയില്ല. പ്രത്യേക സമയനിർണത ഇല്ലാത്ത ഒരു കാലയളവിനെ ഹിഖ്ബ എന്ന് പറയാം. അതിന്റെ വർഷങ്ങൾക്കാണ് എന്ത് ചെയ്യുക, ഹിഖ്ബ് എന്ന് പറയുക. ഇതൊക്കെ ഭാഷാപരമായ ചർച്ചയാണ്. എന്നാൽ സുമ്മ നുഖിലാനി മുഫസ്സിരീൻ, മഹാന്മാരെ മുഫസ്സിറുകൾ അഭിപ്രായം പറഞ്ഞു ഈ ഹുക്ബ് എന്നതിനെ കുറിച്ച്. പല അഭിപ്രായം പറഞ്ഞു. അഹദുഹ, അതിൽ ഒന്നാമത്തെ അഭിപ്രായം, ഖാല അതാഉൻ വൽ കൽബി വ മുഖാതിൽ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരെ മുഫസ്സിറുകളൊക്കെ പറഞ്ഞു. അതാ, കൽബി, മുഖാതിലൊക്കെ താബീങ്ങളാണ്. അവരൊക്കെ സ്വഹാബിയായ റഈസ് മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞതായി പറഞ്ഞു, അഹ്ഖാബ, ഹുക്ബകൾ പല യുഗങ്ങൾ അവർ താമസിക്കും. അൽ ഹുക്ബു അൽ വാഹിദു, അൽ ഹുക്ബുൽ വാഹിദു, ഒരു യുഗം എന്നാൽ ബിദ്ഉം വ സമാനൂന സന, 80 ചില്ലാനം വർഷമാണ്. ഒരു യുഗം എന്ന് പറഞ്ഞാൽ തന്നെ 80 ചില്ലാനം വർഷമാണ്. 80 ചില്ലാനം വർഷം എന്ന് പറഞ്ഞാലോ, വസ്സനത്തു സലാസുമിയ വസിത്തൂന യോമ, ഒരു വർഷം എന്നാൽ 360 ദിവസമാണ്. വൽ യോമു, ഒരു ദിവസമോ, അൽഫു സനത്തിൻ മിൻ അയ്യാമി ദുനിയാ, ദുനിയാവിൽ 1000 കൊല്ലത്തിന് പകരമായ ഒരു ദിവസമാണ്. ഇത് ആഖിറത്തിലെ കാലമാണ് പറയുന്നത്. അപ്പൊ ദുനിയാവിൽ 1000 കൊല്ലത്തിന്റെ സ്ഥാനമാണ് ഒരു ദിവസം. അങ്ങനത്തെ 360 ദിവസം കൂടിയാലാണ് ഒരു കൊല്ലമാവുക. അങ്ങനത്തെ 80 ചില്ലാനം കൊല്ലമാണ് ഒരു ഹുക്കുബ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ എത്രയോ ഹുക്കുബകൾ അവരവിടെ താമസിക്കുന്നതാണ്. അപ്പൊ ആ ഹുക്കുബ എത്രയാ ഹുക്കുബ, അതിനറ്റമില്ല. അതിങ്ങനെ യുഗങ്ങളായി ഹുക്കുബയ്ക്ക് പിന്നാലെ ഹുക്കുബയായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഹുക്കുബ കഴിഞ്ഞ അടുത്ത ഹുക്കുബ, അടുത്ത ഹുക്കുബ, അങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ അറ്റമില്ലാത്ത കാലാനുകാലമുള്ള ജീവിതമാണ് ഇവിടുത്തെ ജീവിതം, നരകത്തിലെ ജീവിതം എന്നർത്ഥം. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട്
വനഹ്വ ഹാദാ റുവിയ ഇബ്നു ഉമർ മർഫൂഅൻ, ഇതേ ആസിം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടും എന്നാണ് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം, ബഹുമാനപ്പെട്ട സാല ഹിലാൽ ഹിജ്രി അലിയൻ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവോട് ഹിലാൽ ഹിജ്രി എന്നോട് ചോദിച്ചു ഈ ഹുക്മിനെ കുറിച്ച്. ഫഖാല, അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹുക്ബു മിഅത്തു സന, ഹുക്ബ എന്നാൽ 100 കൊല്ലമാണ്. ഒരു ഹുക്ബ എന്നാൽ 100 കൊല്ലമാണ്. വസ്സനത്ത് 12 ശഹ്റ, ഒരു കൊല്ലം എന്നാൽ 12 മാസമാണ്. വശഹ്റു 30 യൗമ, ഒരു മാസം എന്നാൽ 30 ദിവസമാണ്. അപ്പൊ പറഞ്ഞതുപോലെ 360 ദിവസമാണ് ഒരു കൊല്ലം. അങ്ങനത്തെ 100 കൊല്ലമാണ് ഹുക്ബ. ഇനി ഒരു ദിവസം വന്നാലോ, വൽ യൗമു അൽഫസന, ഒരു ദിവസം എന്നാൽ 1000 കൊല്ലാണ്. ദുനിയാവിലെ 1000 കൊല്ലമാണ് ഒരു ദിവസം. അങ്ങനത്തെ 360 ദിവസം കൂടുന്നതാണ് ഒരു കൊല്ലം. അങ്ങനത്തെ 100 കൊല്ലമാണ് ഒരു ഹുക്ബ എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എത്ര വലിപ്പം ഉണ്ടാവും ഒരു ഹുക്ബ തന്നെ, എത്ര വലിപ്പം ഉണ്ടാവും, എത്ര നീളം ഉണ്ടാവും. 1000 കൊല്ലാണ് ഒരു ദിവസം. അങ്ങനത്തെ 360 ദിവസങ്ങൾ കൂടിയാണ് ഒരു കൊല്ലമാവുക. അങ്ങനത്തെ 100 കൊല്ലം കൂടുമ്പോഴാണ് ഒരു ഹുക്ബയാവുക. അങ്ങനത്തെ എത്ര ഹുക്ബകളാ അവരവിടെ കഴിയേണ്ടത് അറിയില്ല. ഇങ്ങനെ ഹുക്ബയായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നർത്ഥം. അതാ ഖാലൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അഹ്കാമു ലാ യദ്രി അഹദുൻ മാ ഹിയ, ഈ ഹുക്ബ എന്ന് അല്ലാഹ് പറഞ്ഞു, ഒരാൾക്കും അറിയില്ല എത്രയാണ് ആളുന്നത്. വലാകിനൽ ഹുക്ബൽ വാഹിദ 70000 യൗമ സന, പക്ഷേ ഒരു ഹുക്ബ എന്നാൽ 70000 ദിവസമാണ്. 70000 ദിവസമാണ്. അൽ യൗമു മിൻഹാ കഅൽഫി സനത്തി മിമ്മാ തഉദ്ദൂൻ, ആ 70000 ദിവസത്തിൽ ഒരു ദിവസമോ നമ്മൾ ഇവിടെ ദുനിയാവിലുണ്ടെന്ന 1000 ദിനങ്ങൾക്ക് തുല്യമായതാണ്. നമ്മൾ ദുനിയാവിലുണ്ടെന്ന 1000 ദിനങ്ങൾക്ക് തുല്യമായതാണ്. 1000 കൊല്ലങ്ങൾക്ക് തുല്യമായ ഒരു ദിനം. അങ്ങനത്തെ 70000 ദിനമാണ് ഒരു ഹുക്ബ എന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഈ രീതിയിൽ ഹുക്ബകൾ മഹാന്മാരെല്ലാം പറഞ്ഞു. ഇതിന് മുറാദ് എന്താണ്, കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലൽ അബദ്, കാലാനുകാലം ആ നരകത്തിൽ വസിക്കേണ്ടവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ മരണം വിധിക്കുന്നില്ല, അവിടുത്തെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. കാലങ്ങൾ, യുഗങ്ങൾ അവിടെ താമസിക്കേണ്ടി വരും. അതാണ് അവിടുത്തെ പ്രത്യേകത. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.